എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഗൾഫ് കൺട്രീസിൽ പിന്നെയും പ്രശ്നങ്ങൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അതുപോലെ വേറെന്താണ്? പിന്നെ നമുക്ക് എന്ത് റീഡിങ് നോക്കാം? നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കിയാലോ അല്ലേ? ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിയിട്ട്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ അബൌട്ട് മൈ വ്യൂവേഴ്സ്. ഇന്നലെ രാത്രിയിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത്? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ അബൌട്ട്. ഒരേ ഒരു ഷഫിൾ കൂടി കേട്ടോ. ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് അറിയാമല്ലോ. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യരുത്. എത്രത്തോളം നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യരുത് കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് ന്യൂട്രലായിട്ട് നിന്ന് മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, കാർഡ് എടുക്കട്ടെ. ആദ്യം 6 ഓഫ് വാൻഡ്സ് തനിയെ വീണായിരുന്നു. പേജ് ഓഫ് വാൻഡ്സ്, 8 ഓഫ് വാൻഡ്സ്. ഗുഡ്. പെട്ടെന്ന് കണ്ടപ്പോൾ ലവേഴ്സ് ആണെന്ന് തോന്നി. കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണല്ലോ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസ്, ലവേഴ്സ്, എംപ്രസ്, 4 ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെൻഡക്കിൾസ്. ഈ ഡെക്ക് ഒട്ടിപ്പിടിക്കും, അതാണ് ഒരു പ്രശ്നം. 7 ഓഫ് സ്വാർഡ്സ്, ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നതായിട്ട് കാണുന്നു. പേജ് ഓഫ് സ്വാർഡ്സിൻ്റെ അമ്മ എന്തോരം പേജാ. ക്വീൻ ഓഫ് കപ്സ്, 3 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, 2 ഓഫ് പെൻഡക്കിൾസ്. എല്ലാത്തിൻ്റെ അവസാനം ഈ 2 ഓഫ് പെൻഡക്കിൾസും 3 ഓഫ് പെൻഡക്കിൾസും എല്ലാം വരും. എല്ലാം നല്ലതായിട്ട് പോവുമായിരുന്നു. ഒരാവശ്യമില്ലാത്ത 2 കാർഡ്. ക്ലാരിഫൈ 5 ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ 5 ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ 5 ഓഫ് പെൻഡക്കിൾസ്. എനിക്കതൊരു കാലുവേദന, മേലുവേദന, അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. ദ മൂൺ. ഓക്കെ, 6 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാത്രി നമ്മൾ കിടക്കും മുന്നേ ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ അല്ലേ? പ്രാർത്ഥനയിൽ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷൻ, നിങ്ങൾ എല്ലാം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു. പേജിൻ്റേതായിട്ടുള്ള എല്ലാ കാർഡും തന്നെ ഇതിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് പോലെയാണ്. പേജ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സ്വാർഡ്സ്, അതേപോലെ 8 ഓഫ് വാൻഡ്സ് എല്ലാം തന്നെ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിക്കുന്നു കേട്ടോ. ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെസ്സേജസ് എന്തെങ്കിലും നിങ്ങൾ അയച്ചു കാണും, അത് നോക്കിയിട്ടുണ്ടായിരിക്കും, അതിനെപ്പറ്റി ചിന്തിച്ച് കാണും. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച എന്തോ വിഷയത്തെപ്പറ്റി തുടർച്ചയായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ട സമയത്ത് കൺവെർസേഷൻ നടക്കുമല്ലോ, ആ സംസാരം വീണ്ടും മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ ഒന്നുകിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. ദേ വോണ്ട് ടു ടോക്ക് ടു യു. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ജോലി സംബന്ധമായിട്ടായാലും ഉയർന്ന ലെവലിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതേപോലെ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. ഈ പറഞ്ഞ പോലത്തെ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷനെ ബാധിക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്നത്. അവർക്ക് നിങ്ങളോടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, വളരെ അടുത്ത ഒരു ബന്ധം നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
ഒരു സോൾ കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എംപ്രസ് വെച്ച് നിങ്ങളെ കണ്ട സമയത്ത് നിങ്ങളുടെ മുഖം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ശബ്ദം ഇതെല്ലാം അവർക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നിയിരുന്നു. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നതിനെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ ഓൾറെഡി കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് തരുന്നതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു. അൺഡിസ്ക്ലോസ്ഡ് ലവ് ഒക്കെ ആണെങ്കിൽ ഒരു പ്രപ്പോസലിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു കാലുവേദനയോ ഒരു ക്ഷീണമോ അങ്ങനെ എന്തോ ഒരു കാലുവേദനയായിട്ടാണ് എനിക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത് കേട്ടോ. കുറച്ചൊരു ഒരു ക്ഷീണം ഉള്ളതുപോലെ ആൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു രാത്രിയിൽ. അതേപോലെ ഒരു വിഷമം, ഒരു ഇൻസെക്യൂരിറ്റി എല്ലാം അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഇൻസെക്യൂരിറ്റി എന്തുകൊണ്ടാണ് നമുക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് പെൻറ്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപക്ഷെ മാരീഡ് ആയിരിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രിഫറൻസ് വരുമോ എന്നൊരു ഭയം അവരുടെ മനസ്സിൽ തോന്നുന്നുള്ളതായിട്ട് കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രിഫറൻസ് തേർഡ് പാർട്ടിക്ക് പോകുമോ എന്നൊരു ഭയം അവരെ അലട്ടുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പ്രതി അവർക്ക് റെസ്പെക്റ്റാണ്, സ്നേഹമാണ്, ആകർഷണമാണ്, അങ്ങനെ എല്ലാം തന്നെ അവർ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസും പേജ് ഓഫ് വാൻഡ്സും പേജ് ഓഫ് സ്വാർഡ്സും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ പഴയ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ പഴയ മെസ്സേജസ് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയിരിക്കാം. വേറെ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരിക്കാം. ഓക്കെ, നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് റിസീവ് ചെയ്തിരിക്കാം. അങ്ങനെ എന്തോ ഒരു മെസ്സേജ് റിലേറ്റഡ്, കോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 7 ഓഫ് സോർട്സ് വെച്ച് ഒരു പക്ഷേ ഇവർ ഇന്നലെ രാത്രി യാത്ര ചെയ്തുകൊണ്ടിരുന്നിരിക്കുകയായിരിക്കും കേട്ടോ. യാത്രയിലായിരിക്കാൻ സാധ്യതയുണ്ട്. പേജ് ഓഫ് സോർട്സ് വെച്ച് വീണ്ടും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ നമുക്ക് കാണുന്നത്. തുടർച്ചയായിട്ട് സംസാരിക്കണം. മെസ്സേജ് മീ, കോൾ മീ എന്ന് നമ്മുടെ മെസ്സേജസിൽ വരാറില്ല. ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്ന് ഏതൊരു മെസ്സേജ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നും കാണുന്നു. സന്തോഷം, സങ്കടം, വിരഹം എല്ലാം തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജഗ്ല് ചെയ്യുന്നതായിട്ടും കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, അത് തേർഡ് പാർട്ടി ആയിട്ട് വരും. മാരീഡ് അല്ലെങ്കിൽ അവിടെ കൂടുതലായും പാരൻ്റൽ പ്രഷർ ആയിരിക്കാം, പാരൻസിൻ്റെ എതിർപ്പ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം കാസ്റ്റ്, കൾച്ചർ, റിലിജനൊക്കെ അവിടെ വ്യത്യാസം കാണുന്നവിടെ ഒരു പക്ഷേ പാരൻ്റൽ പ്രഷർ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരൂ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ, ആ പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടി എന്ത് തരം ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണ് എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരുന്നു. പല പല ചിന്തകൾ അറ്റ് എ ടൈമിൽ ഇവരുടെ മനസ്സ് കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഈ സിറ്റുവേഷൻ വേറെ മാതിരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. സിറ്റുവേഷൻ ശരിയല്ല, ടൈമിങ് ശരിയല്ല, നേരെ ചൊവ്വേ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നല്ല സമയമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നോൺ സ്റ്റോപ്പ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾ, 4 ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവരുടെ ഫീലിങ്സ്, അവരുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് മനസ്സിൽ അടക്കി പിടിച്ചിട്ടായിരിക്കും ഇവർ പുറമേക്ക് സംസാരിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ അടുത്ത് കേട്ടോ.
പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ പ്രതി ഭയങ്കര പൊസസീവാണ്, പ്രൊട്ടക്റ്റീവാണ്. ഓക്കെ, ഭയങ്കര പൊസസീവ്നെസ് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളെ പറ്റി. അതായത് നിങ്ങളെ മറ്റൊരാളുടെ കൂടെ കാണുന്നതോ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നതോ അടുത്തിടപഴകുന്നതോ ഒന്നും ഇവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അവിടെ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടിയുടെ അടുത്ത് പോലും ഇത് നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ പോലും അവർ നിങ്ങൾ അടുത്ത് പെരുമാറുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സ്, വീണ്ടും കമ്മ്യൂണിക്കേഷൻ. ഇവരെ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ നന്നായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അല്ലാതെ നിങ്ങളുടെ ശബ്ദം മിസ് ചെയ്യുന്നതായിട്ട് കൂടുതലായിട്ടും കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. എന്ത് തന്നെ ആയാലും കാല് മുന്നോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞു, അപ്പോൾ ഇനി മുന്നോട്ട് തന്നെ എന്ന് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ യാത്ര ചെയ്യുകയായിരുന്നിരിക്കാം ഒരു പക്ഷേ, രണ്ടിൽ ഒരാൾ കേട്ടോ യാത്ര ചെയ്യുകയായിരുന്നിരിക്കാം. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം. രണ്ടിൽ ഒരാൾ യാത്ര ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്തായിരിക്കണം ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ചാരിയറ്റ്, ഞാൻ പറഞ്ഞില്ലേ, മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ. നിങ്ങളുടെ പേഴ്സൺ അല്ല മൂവ് ചെയ്യുന്നെങ്കിൽ നിങ്ങളായിരിക്കും. ഓക്കെ, രണ്ട് ആയാലും രണ്ടിൽ ഒരാൾ ഒരു യൂണിഫോംഡ് ജോബ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. അതേപോലെ രണ്ടിൽ ഒരാൾ കൂടുതലായും ഒക്കൾട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളായിരിക്കാം. അതായത് ആസ്ട്രോളജി, ന്യൂമറോളജി, ടാറോ റീഡിങ്, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ജോബ്സ് ചെയ്യുന്നതായിരിക്കും. ലാബ് ടെക്നീഷ്യനോ ഫാർമസി റിലേറ്റഡ് ജോബ്സ്, ഡോക്ടർ, നഴ്സ്, അങ്ങനെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെപ്പ്. ഓക്കെ, അങ്ങനെ മെഡിസിൻ റിലേറ്റഡ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യുന്ന ആളായിരിക്കാം. ഓക്കെ, അങ്ങനെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ജോബ് ചെയ്യുന്ന, സയൻസിൽ തന്നെ ഒരുപാട് മെഡിസിൻ തന്നെ ഒരുപാട് ഫീൽഡ് ഉണ്ട് അല്ലേ, അതിലേതെങ്കിലും ആയിരിക്കാം കേട്ടോ. അങ്ങനെ സയൻസ് റിലേറ്റഡ് ആയിട്ട് എന്തോ ജോലി ചെയ്യുന്ന ആളാണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇതിലേത് വേണമെങ്കിലായിരിക്കാം. ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. പൈസ കൊടുക്കൽ വാങ്ങൽ അങ്ങനെയും കാണുന്നുണ്ട്. വല്ലാതെ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആയിരുന്നു. അതേപോലെ ഒരു ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് മനസ്സിൽ കൂടി പോകുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഓവർ തിങ്കിങ് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി വീണ്ടും 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 ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈശ്വര ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നു കേട്ടോ. അവർക്ക് ഒരു ഫാമിലിയുടെ പ്രസൻസ് തീർച്ചയായും കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ സൈഡിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും തന്നെ മാരീഡ് ആയിരിക്കാം. ആ ഒരു ചിന്തയും അവരുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് കാണാം. തേർഡ് പാർട്ടി അവിടെ ഇതായിട്ട് തന്നെ കാണുന്നുണ്ട്, പ്രബലമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇനി എന്ത് ചെയ്യും എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. 2 കാർഡ് കൂടെ എടുക്കുവേ. എന്ത് തന്നെ ആയാലും അവർക്കൊരു വിഷ് ഫുൾഫിൽമെൻ്റ് നടന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് അവരുടെ ഭാഗത്ത് നടന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ. അവർക്ക് ലൈഫിൽ മറ്റ് പറയത്തക്ക പ്രശ്നങ്ങളായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക് എന്നും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. ലാസ്റ്റ് കാർഡ് അല്ല, സെവൻ ഓഫ് വാൻസ്. അവർ കുറച്ച് അവരുടെ ഉള്ളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നു. കാരണം സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് അവർക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇനി ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ സിറ്റുവേഷൻ ഇതാണല്ലോ, ഇനി മുന്നോട്ട് ഇനി ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എന്താണ് ഇതിനെപ്പറ്റി ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് എൻ്റെ ഫീലിങ്സ് എന്താണ്, അങ്ങനെ നമ്മൾ ആലോചിക്കില്ലേ. സിറ്റുവേഷൻസ് പുറമേക്ക് ഇതുമാണ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഇവർ അവനവൻ്റെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നും കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് എടുക്കണോ? കുറച്ച് മെസ്സേജസ് വേണേൽ എടുക്കാം. ഞാൻ ബാഗിൽ തന്നെ ഇട്ട് ഷഫിൾ ചെയ്തിട്ട് കുറച്ചെടുക്കാം, എല്ലാം എടുക്കുന്നില്ല, കുറേശ്ശെ എടുത്ത് വായിക്കാം. ഓക്കെ,
അതിൽ തന്നെ ഇട്ട് ഷഫിൾ ചെയ്യാണ് കേട്ടോ. പോരെ, വായിക്കാമേ. ഐ ഹാവ് റോങ്ഡ് യു, ഫർഗീവ് മീ. നിങ്ങളോട് അവരെന്തോ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ പറയാണ്. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി, ഓവർ തിങ്കിങ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകുമെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മെസ്സേജ് മീ, കോൾ മീ. ഞാൻ പറഞ്ഞില്ലേ, ഇതേ വാക്കല്ലേ ഞാൻ പറഞ്ഞേ. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. ഇത് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ആരെയോ എന്തോ പറഞ്ഞ് മിസ്ലീഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നു. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. ഹീലിംഗ് ആവശ്യമുണ്ട്. ഐ റിഗ്രറ്റ് മൈ ആക്ഷൻസ്. അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണ് കേട്ടോ. മാരി മീ. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഐ വിൽ വെയിറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ന്യൂ ബിഗിനിങ്സ്. ഇത് കുറേ വന്നു ന്യൂ ബിഗിനിങ്സ് അല്ലേ. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ്. ജെമിനി, മിഥുന രാശി. നമ്പേഴ്സ് 9, 18, 27 നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആയിരിക്കും. ഐ ലവ് യു. ടെൽ മീ യു ആർ മൈൻ. നിങ്ങൾ അവരുടെ ആണെന്ന് അവരോട് പറയുകയാണ് കേട്ടോ. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. നമ്പർ 6, 15, 24. ഐ എം കൺഫ്യൂസ്ഡ്. അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നു കേട്ടോ. ഐ വിഷ് തിങ്സ് വുഡ് ബി ഡിഫറെൻറ്റ്. കാര്യങ്ങൾ വേറെ മാതിരി ആയിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുകയാണ്. ഐ തിങ്ക് ഓഫ് യു വെൻ ഐ ഫീൽ ലോസ്റ്റ് ഇൻ ലൈഫ്. അവർ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങളെ പറ്റിയാണ് ആലോചിക്കുക. യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. അവരുടെ ജീവിതത്തിൽ എന്നും ഒരു വെളിച്ചമായിട്ട് നിങ്ങൾ ഉണ്ടാവണമെന്നാണ് അവർ പറയുന്നത്. നമ്പേഴ്സ് 2, 11. ഇതും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിരിക്കാം. ഐ വാച്ചിങ് യു ഫ്രം എഫാർ. ദൂരെ നിന്നും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നു. യു ആർ ദ വൺ ഫോർ മീ. അവർക്ക് നിങ്ങൾ മതി എന്നാണ് പറയുന്നത്. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവർക്ക് വേണ്ടി സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കരുത്. അതാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജോലി ഇഗ്നോർ ചെയ്ത്, ഫാമിലി ഇഗ്നോർ ചെയ്ത്, നിങ്ങളെ തന്നെ ഇഗ്നോർ ചെയ്ത് ഈ റിലേഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ പറച്ചിലിൻ്റെ ഉദ്ദേശം. ഓക്കെ, ലൈഫിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, കടമകൾ ചെയ്യുക. റിലേഷൻഷിപ്പ് ഡിവൈൻ ടൈമിങ്ങിൽ ശരിയായിക്കോളും. യു ആർ സോ പെർഫെക്റ്റ്. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു. യു ആർ എൻ ഏഞ്ചൽ. നിങ്ങളൊരു മാലാഖയാണ്. നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഐ എം ജെല്ലസ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല എന്ന്. ഐ എം ബോതേർഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്. ഓക്കെ, സോഷ്യൽ ഇമേജിനെ പറ്റി അവർക്ക് ബോധറേഷൻ ഉണ്ട്. ചെയിൻഡ് ബൈ മൈ ഓൺ ഡൗട്ട്സ്. അവരുടെ സംശയങ്ങൾ അവരെ കൂട്ടിയിടുന്ന പോലെയാണ് കേട്ടോ. 222 റിയൂണിയൻ. ഏരീസ്, മേടരാശി. റീയൂണിയൻ ഞാൻ പറഞ്ഞില്ലേ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ ഒരിക്കലും മറക്കില്ല കേട്ടോ. പൈസിസ്, മീനരാശി. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. ഇത് രണ്ടാമത് വന്നിരിക്കുകയാണ്. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. അവർക്ക് നിങ്ങൾക്ക് അവരെക്കാൾ നല്ലൊരു വ്യക്തിയെ കിട്ടുമെന്ന് അവർ പറയുന്നു. ഐ വോണ്ട് ടു കം ഇൻ ടു ബാലൻസ് വിത്ത് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് നിങ്ങൾക്കായിട്ട്. അപ്പോൾ നമ്മുടെ റീഡിങ് ഇന്ന് ഇത്രയും മതി അല്ലേ. അപ്പോൾ നമ്മളിന്ന് ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കി, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നോക്കി നിങ്ങൾക്കായിട്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. വേറെന്താണ്?
വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.